ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും CDPOൻ്റെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാതിരിക്കരുത്. റിവൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ മറന്നു പോവും. കാരണം നമുക്ക് കുറച്ച് ഫാക്ട്സും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്താലും നോക്കിയാലും മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ ഉത്തരമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് സോഷ്യോളജിയുടെ കീഴിൽ പ്രോബ്ലംസ് ഓഫ് ഡൗറി പഠിക്കാനുണ്ട്. സോഷ്യൽ പ്രോബ്ലംസിൻ്റെ മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് ഡൗറി കൊണ്ടുള്ള പ്രോബ്ലംസ്, അതുമാത്രമല്ല മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലംസ് ഓഫ് ഡൗറി. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡൗറി എന്ന് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് നമുക്കറിയാം. സ്ത്രീധനം വേണ്ട എന്നാണ് നമ്മുടെ കേരള സർക്കാർ ഉൾപ്പെടെ, കേരള സർക്കാർ മാത്രമല്ല നമ്മുടെ നാഷണൽ ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും, അത് മാത്രമല്ല ഡൗറി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 പ്രകാരം, അപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലംസ് ഓഫ് ഡൗറി പഠിക്കുമ്പോൾ. അതിൽ 1961 ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഏത് ഇയർ ആണെന്ന് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അവർ ചിലപ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് PSCയിൽ ഇയേഴ്സ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നത്. 1961, 1971, 1981 അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ ഇയർ നിങ്ങൾ എന്തായാലും പഠിച്ച് വെച്ചിരിക്കണം. അതുമാത്രമല്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഏത് സെക്ഷനിലാണ്. അതായത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ കീഴിൽ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഓരോ സെക്ഷൻസിലും പല കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമായ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ പറഞ്ഞേക്കുന്നത് സെക്ഷൻ 2 ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ സെക്ഷൻ 2ലാണ് ഡൗറി എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരാം. ഫോർ എക്സാമ്പിൾ ഡൗറി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, the word dowry is not defined in the Dowry Prohibition Act 1961 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അത് തെറ്റാണ്. കാരണം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സെക്ഷൻ 2ൽ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഡൗറി എന്താണെന്ന് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൗറി എന്ന് വെച്ചാൽ? ഡൗറി മീൻസ് എനി പ്രോപ്പർട്ടി, എന്തൊരു പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മൂല്യമുള്ള എന്തെങ്കിലും ഒരു വസ്തു ആവാം, സെക്യൂരിറ്റി ആവാം, വാല്യുബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ആവാം, ഗിവൺ ഓർ എഗ്രീഡ് ടു ബി ഗിവൺ, അത് നമ്മൾ കൊടുത്തു കാണും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു കാണും. ഗിവൺ ഓർ എഗ്രീഡ് ടു ബി ഗിവൺ എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ചിലപ്പോൾ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ മകൾക്ക് ഇത്ര പവനും ഇത്ര സ്വർണവും ഒരു കാറും ഡൗറിയായി സ്ത്രീധനമായി കൊടുത്തു എന്ന് ഡയറക്ട്ലി നമ്മൾ പറയുന്നുണ്ടാവാം. ചില സ്ഥലത്ത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവർ ഇൻഡയറക്ട്ലി ആയിട്ട് ഡൗറി കൊടുക്കുന്നുണ്ടാവാം. അപ്പം അത് ഡയറക്ട്ലി കൊടുത്താലും ഇൻഡയറക്ട്ലി കൊടുത്താലും അതെന്താണ്? ഡൗറി അല്ലേ? ഓക്കെ. അപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൊടുക്കുന്ന എന്തൊരു പ്രോപ്പർട്ടി ആയാലും എന്തൊരു വാല്യുബിൾ സെക്യൂരിറ്റി ആയാലും അത് നമ്മൾ കൊടുത്താലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നാലും അത് ഡൗറിയുടെ ഡെഫിനിഷൻ്റെ കീഴിൽ പെടുമെന്നാണ് ഈ ആക്ട് പ്രകാരം പറയുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കമ്പോണൻസ്? അത് ആര് കൊടുക്കണം? ബൈ വൺ പാർട്ടി ടു എ മാരേജ് ടു ദി അതർ പാർട്ടി ടു ദ മാരേജ്. അതായത് ഗ്രൂമും ബ്രൈഡും കാണത്തില്ലേ? ബ്രൈഡിൻ്റെ സൈഡും കാണും, ഗ്രൂമിൻ്റെ സൈഡും കാണും. അപ്പോൾ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് ഗ്രൂമിൻ്റെ സൈഡിലോട്ടായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഡൗറി കൊടുക്കുന്നത്. അതാണ് വൺ പാർട്ടി ടു ദ മാരേജ് ടു അതർ പാർട്ടി ടു ദി മാരേജ്. ഓക്കെ. പിന്നെ ബൈ ദി പാരൻസ് ഓഫ് എയ്തർ പാർട്ടി ടു എ മാരേജ് ഓർ ബൈ എനി അതർ പേഴ്സൺ. അപ്പം ഒന്നീ പാരൻസ് ആയിരിക്കും കൊടുക്കുന്നത് ഡൗറി, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും പേഴ്സൺ ആയിരിക്കും കൊടുക്കുന്നത്. പാരൻസ് കൊടുത്താലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സൺ കൊടുത്താലും അത് ഡൗറിയാണ്. ഇപ്പം രക്ഷിതാക്കൾ മാത്രം കൊടുക്കുന്നതാണ് ഡൗറി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് പാരൻസ് കൊടുത്താലും മറ്റേതെങ്കിലും ഒരാൾ കൊടുത്താലും അത് ഡൗറി തന്നെയാണ്. ടു എയ്തർ പാർട്ടി ടു ദ മാരേജ് ഓർ ടു എനി അതർ പേഴ്സൺ. അപ്പോൾ ചിലപ്പോൾ ബ്രൈഡിനും ഗ്രൂമിനും ആയിരിക്കും. ചിലപ്പോൾ ഇവർ വിചാരിക്കും ഗ്രൂം നേരിട്ട് അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ പാരൻസോ അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ മറ്റ് റിലേറ്റീവ്സോ നേരിട്ട് മേടിച്ചാലല്ലേ അത് ഡൗറി ആവും, അതിന് പകരം മറ്റാർക്കെങ്കിലും കൊടുക്കാം
എന്ന് പറഞ്ഞാലും എന്താണ്, അത് ഡൗറി തന്നെയാണ്. വൺ പാർട്ടി ടു അതർ പാർട്ടി അല്ലെങ്കിലും വൺ പാർട്ടി ടു എനി അതർ പേഴ്സൺ, ആ ആളുമായിട്ട് ആ ആൾക്കാർക്ക് എന്താണ് അവസാനം അത് കിട്ടുന്നത്, അത് അയാളുടെ റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുമായിട്ട് അല്ലാതെ റിലേറ്റ് ചെയ്ത മറ്റേതെങ്കിലും ഒരു ആളുമായിരിക്കാം, അല്ലെങ്കിൽ അറ്റ് ഓർ ബിഫോർ ഓർ എനി ടൈം ആഫ്റ്റർ ദി മാരേജ് ഇൻ കണക്ഷൻ വിത്ത് ദി മാരേജ്. അപ്പം എന്താണ്, ചിലപ്പോൾ മാരേജ് നടക്കുന്ന സമയത്തായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാരേജിൻ്റെ പേരും പറഞ്ഞിട്ട് ചിലപ്പോൾ എന്താണ് കല്യാണം വിവാഹം കഴിഞ്ഞിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. അങ്ങനെ ആയാലും എന്താണ്, വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സമയത്ത് കൊടുക്കുന്നത് എന്താണ്, ഡൗറി തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഡൗറിയുടെ ഡെഫിനിഷൻ്റെ കീഴിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്, ബൈ വൺ പാർട്ടി ടു എ മാരേജ് ടു അതർ പാർട്ടി ടു ദി മാരേജ്. പിന്നെന്താണ്, ബൈ ദി പാരൻസ് ഓഫ് ഏതർ പാർട്ടി ടു മാരേജ് ഓർ ബൈ എനി അതർ പേഴ്സൺ, ആരായാലും എന്താണ്, വധുവിൻ്റെ അല്ലെങ്കിൽ എന്താണ് വരൻ്റെ എന്താണ് പാരൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സണോ. പിന്നെന്താണ്, ടു ഏതർ പാർട്ടി ടു ദ മാരേജ് ഓർ ബൈ എനി അതർ പേഴ്സൺ, ഒന്നീ ഏതെങ്കിലും ഒരു എന്താണ് ഗ്രൂമിനോ അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ സൈഡിനോ, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും പേഴ്സണോ, അല്ലെങ്കിൽ എന്താണ് അറ്റ് ഓർ ബിഫോർ എനി ടൈം ആഫ്റ്റർ ദി മാരേജ് ഇൻ കണക്ഷൻ വിത്ത് ദി മാരേജ്, മാരേജ് റിലേറ്റ് ചെയ്ത് മാരേജിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ഏതെങ്കിലും സമയത്തോ മാരേജിൻ്റെ കാര്യമാണെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു വാല്യുബിൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള സംഭവം എന്താണത് ഡൗറി ആണെന്നാണ് ഈ ആക്ടിൻ്റെ സെക്ഷൻ 2 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? The Dowry Prohibition Bill was legally passed in the joint sitting of both houses of the parliaments, Lok Sabha and Rajya Sabha. അപ്പോൾ ജോയിൻറ്റ് സിറ്റിംഗ് വഴി നമുക്ക് വലിയ അധികം ബില്ലൊന്നും അല്ലെങ്കിൽ ആക്ട് ഒന്നും പാസ്സായി ഇതുവരെ വന്നിട്ടില്ല. ഒരു മൂന്നോ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, 3 എന്താണ് ആക്റ്റാണ് ജോയിൻറ്റ് സിറ്റിംഗ് വഴി, അതായത് ലോക്സഭയും രാജ്യസഭയിലെയും എന്താണ് മെമ്പേഴ്സ് ഒന്നിച്ചിരുന്ന്, അതാണ് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, അത് പോളിറ്റി സൈഡാണ്. പക്ഷെ എങ്ങനെയാണ് പാസ്സായതെന്ന് ചോദിച്ചാൽ, ജോയിൻറ്റ് സിറ്റിംഗ് വഴി പാസ്സായ 3 ബില്ലുകളിൽ, അതായത് ഇത്രയും വർഷക്കാലം അതിനുള്ളിൽ 3 ആക്ടോ മാത്രമേ ജോയിൻറ്റ് സിറ്റിംഗ് വഴി പാസ്സായിട്ടുള്ളൂ. അതിൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ബിൽ എന്ന് പറയുന്നത്, അതായത് ആദ്യം ബില്ലായിരിക്കും, ബില്ല് പാസ്സായാലാണ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയാലാണ് അതൊരു ആക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ആ 3 ബില്ലുകളിൽ ജോയിൻറ്റ് സിറ്റിംഗ് വഴി പാസ്സാക്കിയ ഒരു ബില്ല് എന്ന് പറയുന്നത് ഡൗറി പ്രൊഹിബിഷൻ ബില്ലായിരുന്നു. അങ്ങനെയാണ് ഡൗറി പ്രൊഹിബിഷൻ ബില്ല് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആയിട്ട് മാറിയത്. ഇത് നിങ്ങളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് വെക്കുക. ചോദിച്ചാൽ എന്താണ്, നമുക്ക് ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ചിലപ്പോൾ പാസ്സായി എന്ന് ചോദിച്ചാൽ ബൈ ജോയിൻറ്റ് സിറ്റിംഗ് ആണ്. ആരൊക്കെയാണ്, നമ്മുടെ 2 ഹൗസസ് ഓഫ് പാർലമെന്റ് ഏതൊക്കെയാണ്, ലോക്സഭയും അതുപോലെ തന്നെ എന്താണ് രാജ്യസഭയും. ഓക്കെ, this is how the Dowry Prohibition Act 1961 came into force. ഇങ്ങനെയാണ് ഈ ഒരു ആക്ട് ഫോഴ്സിൽ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗറി റിലേറ്റ് ചെയ്തായിട്ടുള്ള കുറച്ച് സോഷ്യോളജിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഒബ്വിയസ്ലി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, റീഇൻഫോഴ്സസ് പാട്രിയാർക്കി ആൻഡ് ഫീമെയിൽ സബോർഡിനേഷൻ. അപ്പോൾ എന്താണ്, നമുക്കറിയാം എന്താണ് എങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരും. ഡൗറി കൊടുത്താൽ മാത്രമേ എന്താണ് തൂക്ക് കണക്കിന് അല്ലെങ്കിൽ എന്താണ് അത്രയും വാല്യൂ ഉള്ള ഡൗറി കൊടുത്താൽ മാത്രമേ, സ്വർണ്ണമായാലും അത് കാശായാലും എങ്ങനെ അത് കൊടുത്താൽ മാത്രമേ എന്താണ് നമ്മളെ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റുള്ളൂ എന്ന് ആര് വിശ്വസിക്കുന്നു, നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നു, നമ്മുടെ മാതാപിതാക്കളും അതുമാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഗേൾ ചൈൽഡ് ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. ആരും ഗേൾ ചൈൽഡിനെ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പം അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനിലേക്ക് മാറുന്നു. അതെന്ത് ചെയ്യുന്നു, റീഇൻഫോഴ്സസ് പാട്രിയാർക്കി പിന്നെയും അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ഫീമെയിൽ സബോർഡിനേഷൻ, ഇത് കാരണം എന്ത് ചെയ്യുന്നു, നമ്മൾ കീഴിലാകുന്നു, ആരെങ്കിലുമൊക്കെ കീഴിൽ ആകുന്നു. അപ്പോൾ റീഇൻഫോഴ്സസ് പാട്രിയാർക്കി ആൻഡ് ഫീമെയിൽ സബോർഡിനേഷൻ. പിന്നെ ഡെഫിനറ്റ്ലി ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി ഹറാസ്മെന്റ് ലീഡ്സ് ടു അബ്യൂസ് ആൻഡ് ഡൗറി ഡെത്ത്സ്. അപ്പം ഇപ്പം നമ്മൾ അവർ പ്രതീക്ഷിക്കുന്ന അത്രയും ഡൗറി നമ്മൾ കൊടുത്തില്ല, സ്ത്രീധനം നമ്മൾ കൊടുത്തില്ല, അത് കാരണം നമുക്ക് അവരുടെ വീട്ടിൽ, അതായത് ഭർതൃഗ്രഹത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ നേരിടുന്നു. നമ്മൾ ഇത്രയും ഡൗറിയെ തന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അങ്ങനെ പല പല കാരണത്താൽ ഡൗറി ഡെത്ത്സ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് അതായത് ഡൗറി ഡെത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് കേസസ് നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മുടെ കേരളത്തിലും നമ്മൾ ഒരുപാട് കേട്ടതാണ്. അപ്പോൾ നമ്മൾ പറയുന്നതാണ് കേരളത്തിൽ ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് കേസുകൾ ഈ അടുത്ത് വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, എക്കണോമിക് പ്രഷർ.
ലീഡ്സ് ടു ലോൺസ്, ഡെബ്റ്റ്സ് ആൻഡ് ബാങ്ക്രപ്സി ഫോർ ബ്രൈഡ്സ് ഫാമിലി. അപ്പം എന്താണ്, ഒരു വിവാഹം കഴിയുമ്പോൾ തന്നെ എന്താണ്, കടത്തിന് മേൽ കടമായിട്ടായിരിക്കും എന്താണ് പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലോൺ എടുക്കുന്നു, പറ്റാവുന്ന അത്രയും കടം മേടിക്കുന്നു, പിന്നെന്താണ് ബാങ്ക്രപ്സി ആവുന്നു. അത് കാരണം ബ്രൈഡ്സ് ഫാമിലീന് ഏറ്റവും ആർഭാടമായി ചിലപ്പോൾ കാശില്ലെങ്കിലും വിവാഹം നടത്താൻ നമ്മൾ നോക്കുന്നു. അത്രയധികം സ്ത്രീധനം അല്ലെങ്കിൽ ഡൗറി നമ്മൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ല. വെറുതെ ട്രഡീഷണൽ ഓരോരോ പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ വെറുതെ ഇപ്പോഴും അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. വെറുതെ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു ഒപ്പിട്ടാൽ അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ച് മാത്രം ചെറിയൊരു വിവാഹം നടത്തിയാലും അത് വിവാഹം തന്നെയാണ്. പക്ഷേ നമുക്കത് ഭയങ്കര വലിയ രീതിയിൽ നടത്തണം. അതുകൊണ്ട് എക്കണോമിക് പ്രഷർ വളരെയധികം കൂടുന്നു. പിന്നെന്താണ് ജെൻഡർ ഇംബാലൻസ് എൻകറേജസ് സെക്സ് സെലക്റ്റീവ് അബോർഷൻസ്. ജെൻഡർ ഇംബാലൻസ് സെക്സ് സെലക്റ്റീവ് അബോർഷൻസ് നടക്കുന്നു. ഡൗറി എന്ന് പറയുന്ന സംഭവം ഭാവിയിൽ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് സെക്സ് സെലക്റ്റീവ് അബോർഷൻസ് നടക്കുന്നു. ഗേൾ ചൈൽഡിനെ വേണ്ടാന്ന് വെക്കുന്നു. അതുകൊണ്ട് എന്താവുന്നു, ജെൻഡർ ഇംബാലൻസ് നടക്കുന്നു. ഫോർ എക്സാമ്പിൾ 10 ഗേൾ ചൈൽഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 20 ബോയ് ചൈൽഡ് ഉണ്ടാവും. ഒരു ഇംബാലൻസ് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? പിന്നെന്താണ് ഡിലേ ഇൻ മാരേജ്. ഫാമിലീസ് പോസ്റ്റ്പോൺ മാരേജ് ഡ്യൂ ടു ഇന്നബിലിറ്റി ടു മീറ്റ് ഡൗറി ഡിമാൻഡ്സ്. പിന്നെന്താണ് ഡൗറി ഡിമാൻഡ്സ്? നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ അത്രയധികം കാശ് നമ്മുടെ കയ്യിൽ കാണില്ല. ചിലപ്പോൾ ഇനി കടം മേടിക്കാനോ ലോൺ എടുക്കാനോ ഉള്ള ആസ്തിയോ അല്ലെങ്കിൽ ലോൺ എടുക്കാനാണെങ്കിലും എന്തെങ്കിലും ഒരു ഈട് വെക്കണം. അതിനുള്ള ശേഷി പോലും നമുക്ക് കാണുന്നുണ്ടാവില്ല. അത് കാരണം എന്ത് ചെയ്യുന്നു, നമ്മൾ മാരേജസ് ഡിലേ ചെയ്യുന്നു. അതായത് കല്യാണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ത് കാരണം? ഈ ഡൗറി ഇഷ്യൂ കാരണം കല്യാണം കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ, അല്ലാതെ അവരുടേതായ പേഴ്സണൽ റീസൺസ് കൊണ്ടല്ല, ബിക്കോസ് ഓഫ് ദിസ് ഡൗറി ഇഷ്യൂ. ഓക്കെ. പിന്നെന്താണ് ഡിനയൽ ഓഫ് എഡ്യൂക്കേഷൻ. ഗേൾസ് പുൾഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു സേവ് മണി ഫോർ മാരേജ്. അവരെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തൊക്കെ കൊണ്ടായിരിക്കാം? ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ അവരെ അപ്പോഴേ ജോലിക്ക് വിടുന്നുണ്ടാവും. അത് കാരണം അവർ അവർക്ക് സമ്പാദ്യം കിട്ടുന്നു, അത് അവരെ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ചിലപ്പോൾ സ്കൂളിൽ വിട്ടാൽ ആ വരുമാനം അവർക്ക് കിട്ടണമെന്നില്ല. മറ്റൊരു ചിന്താഗതി ആൾക്കാർക്കിടയിൽ? ഗേൾ ചൈൽഡ് കുറച്ച് കഴിഞ്ഞ് വളർന്ന് കല്യാണപ്രായം എത്തുമ്പോൾ അവർ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അവർ സമ്പാദിച്ചാൽ, അവർ വലിയ എഡ്യൂക്കേഷനൊക്കെ കിട്ടി, വിദ്യാഭ്യാസമൊക്കെ കിട്ടി അവർ സമ്പാദിച്ചാലും അത് ആർക്കുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് പിന്നെ വിവാഹം കഴിച്ച ആളുടെ വീട്ടിനുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ സമ്പാദിച്ച പൈസ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചിലവാക്കിക്കൂടാ? അല്ലെങ്കിൽ നമുക്കത് ചിലവാക്കാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം കുഞ്ഞിലേ തന്നെ നിൽക്കുന്നു. പിന്നെന്താണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു. ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ അമോങ് വുമൻ ഫേസിങ് ഡൗറി ഡിമാൻഡ്സ്. ഡൗറി ഡിമാൻഡ്സ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി കാരണം ഡൊമസ്റ്റിക് വയലൻസ് സംഭവിക്കുന്നു. അത് ഒരു ഡൗറി ഡെത്തിലേക്ക് വരെ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ഡൗറി കാരണം ഉണ്ടാകുന്ന ഡൗറി ചോദിക്കുന്നതും അത് കൊണ്ടുവന്നില്ല ഇത് കൊണ്ടുവരാൻ പറഞ്ഞ് ഓരോ ദിവസവും കുത്തുവാക്കുകൾ കേൾക്കുന്നതും എല്ലാം തമ്മിൽ അതെല്ലാം എന്തിൽ നമ്മളെ നയിക്കുന്നു? ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നമ്മളെ നയിക്കുന്നു. അത് ആരും തിരിച്ചറിയില്ല. നമ്മൾ മാത്രമേ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവുകയുള്ളൂ. അങ്ങനെ അത് മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ട്. അതായത് ചിലപ്പോൾ ആദ്യം ചെറിയ മെൻ്റൽ ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ അത് ആരോടും ഷെയർ ചെയ്യുന്നില്ല, ആരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു? കുറച്ച് വലിയ വലിയ പ്രശ്നങ്ങളായ ആങ്സൈറ്റി അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കൊക്കെ എത്തിച്ചേരുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? ജെൻഡർ ഇംബാലൻസ് പറയുമ്പോൾ നമുക്കിവിടെ ഇതും പറയാം. ഫീമെയിൽ ഫീറ്റിസൈഡ് പറയാം. ഫീമെയിൽ ഫീറ്റിസൈഡ് അതും നമ്മൾ ഉദരത്തിൽ വെച്ച് തന്നെ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്നു. അതും ജെൻഡർ ഇംബാലൻസും ഫീമെയിൽ ഫീറ്റിസൈഡ് കാരണമാണ് ജെൻഡർ ഇംബാലൻസ് നടക്കുന്നത്. അതും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. സെക്സ് സെലക്റ്റീവ് അബോർഷൻസ് അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്? വി ഹാവ് സോഷ്യൽ സ്റ്റിഗ്മ. വിമൻ ഫ്രം പുവർ ബാക്ക്ഗ്രൗണ്ട് സ്ട്രഗിൾ ടു ഗെറ്റ് മാരീഡ്. ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം എന്ത് ചെയ്യുന്നു? പുവർ ബാക്ക്ഗ്രൗണ്ടിലുള്ള, പുവർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പുവർ ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെയൊക്കെ വരാം? ലെസ് ഇൻകം നേടുന്ന ആൾക്കാരായിരിക്കാം, ലോബ്ലെസ് ഉള്ള ആൾക്കാരായിരിക്കാം, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിറ്ററേറ്റ് ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വളരെ ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയേക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പുവർ ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള പുവർ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആൾക്കാർ അവർ വിചാരിക്കുന്നത് നല്ല ഡൗറി കൊടുത്താൽ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതൊരു സോഷ്യൽ സ്റ്റിഗ്മയായി നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ.
പിന്നെ എന്താണ് നോർമലൈസേഷൻ ഓഫ് ട്രാൻസാക്ഷണൽ മാരേജ്. എന്താണ് ഇറ്റ് റെഡ്യൂസസ് വുമൻ ടു എക്കണോമിക് കമോഡിറ്റീസ്. എന്താണ് ട്രാൻസാക്ഷണൽ മാരേജ്? എന്താണ് നമ്മൾ എന്താണ് ഒരു തരത്തിൽ പറഞ്ഞ എന്താണ് നമ്മൾ പൈസ കൊടുക്കുന്നു, ആ നമ്മൾ കൊടുക്കുന്ന പൈസ എന്താണ് നമ്മളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. അതല്ലേ ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ട്രാൻസാക്ഷൻ ആണെന്ന് പറയുന്നത്. എന്താണ് നമ്മൾ കടയിൽ പോയി പൈസ കൊടുക്കുന്നു, നമ്മൾ സാധനം മേടിക്കുന്നു. അതല്ലേ നമ്മൾ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താണ് അത് എന്ത് ചെയ്യുന്നു, വിമൺ ഒരു കമോഡിറ്റി ആയി എന്ത് ചെയ്യുന്നു, മാറ്റുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. undermines legal protection. Even educated families accept dowry covertly. എന്താണ് നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ എന്താണ് അത് നമ്മൾ എല്ലാവരും അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും എന്താണ് ആ ലീഗൽ അല്ലെങ്കിൽ ആ ലോ അല്ലെങ്കിൽ ആ നിയമം നമ്മൾ പാലിക്കുന്നില്ല. പക്ഷെ എന്താണ് പാലിച്ചില്ലെങ്കിൽ നമുക്കതിന് ശിക്ഷയും ലഭിക്കുന്നില്ല. അത് കാരണം എന്താണ് നമ്മുടെ ലീഗൽ സിസ്റ്റം, നമുക്ക് ലോ ഉണ്ടെങ്കിലും നമുക്ക് ആക്ട് ഉണ്ടെങ്കിലും അതിനടിയിൽ അതായത് ആക്ടിന് കീഴിൽ നമുക്ക് പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം അത് നടപ്പിലാവുന്നില്ല, എല്ലാം ഒരുപോലെ നടപ്പിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷനും കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈവൻ എന്താണ് വിദ്യാഭ്യാസം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, വളരെയധികം വിദ്യാഭ്യാസവും പിന്നെ എന്താണ് ലോകവിവരവും അറിവും ഒക്കെയുള്ള ഫാമിലീസ് പോലും എന്ത് ചെയ്യുന്നു, ഡൗറി അക്സെപ്റ്റ് ചെയ്യുന്നു. ഡൗറി അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നതുണ്ടല്ലേ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കുറച്ച് സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഡൗറി എന്ന് നമുക്ക് പറയാൻ പറയാം. അപ്പോൾ ഇതെല്ലാം വളരെ ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഇതെല്ലാം നമുക്ക് ദിവസവും നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പല സ്ഥലത്തുനിന്ന് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് തന്നെയാണ് ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോളിസീസും കുറച്ച് പ്രോഗ്രാംസും എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എഗെയിൻസ്റ്റ് ഡൗറിയാണ്. ഡൗറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ലോ, ഇവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് നോക്കാം. ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗൽ മെഷേഴ്സ്, അതാണ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, അപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു. പിന്നെന്താണ് നമുക്കുള്ളത്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഇതും ഈ ഒരു ആസ്പെക്റ്റിൻ്റെ കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആക്ട് അല്ലേ, ഡൊമസ്റ്റിക് വയലൻസിനെതിരെ ആയിട്ടുള്ള ലോ. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 2005. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോയരുത്, ഇത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഇയർ ആണ് 2005. ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ ഇയർ 1961. അപ്പോൾ ഇത് ഒറിജിനൽ ഇയർ ആണ്, അതായത് ആദ്യം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്ന ഇയർ ആണ് 1961. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തി പിന്നെയും അതൊരു ആക്റ്റായിട്ട് മാറ്റുന്നു. അതിന് പിന്നെയും 2 ഇയർ ഉണ്ട്, അത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. താഴെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ്. നമുക്ക് IPC സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ പീനൽ കോഡ്. അതിൽ ഡൗറി ഡെത്ത്, ക്രൂവൽറ്റി ഇതിനെതിരെ ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ IPC മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിതയാക്കി മാറ്റി. അപ്പം നമുക്ക് അതിലുള്ള സെക്ഷൻസും കൂടി ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ്, അപ്പോൾ നമുക്ക് ആദ്യം എന്തായിരുന്നു ഏത് സെക്ഷൻ ആണെന്നും കൂടി നമുക്ക് നോക്കി വെച്ചേക്കണം. ചിലപ്പോൾ അത് ചോദിച്ചാലോ നമുക്കൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അണ്ടർ ദി ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 304B ഡൗറി ഡെത്ത് വാസ് ഡിഫൈൻഡ് ആൻഡ് പണിഷ്ഡ്. അപ്പം ആദ്യം IPC സെക്ഷൻ 304B. IPC സെക്ഷൻ 304Bയിലായിരുന്നു ഡൗറി ഡെത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ പണിഷ്മെന്റ് പറഞ്ഞിരുന്നത്. ദ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ എന്ത് ചെയ്തു, ഹാസ് റീറ്റെയിൻ ദി എസെൻസ് ഓഫ് ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം എസെൻസ് തന്നെയാണ്, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ സെയിം കാര്യം തന്നെയാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. അണ്ടർ എ ന്യൂ സെക്ഷൻ, അതിൻ്റെ സെക്ഷനിങ് നമ്പർ, അതായത് 304B മാറി മറ്റൊരു നമ്പർ ആയി എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരേപോലെ തന്നെയാണ്. സെക്ഷൻ നമ്പറിംഗ് ബട്ട് വിത്ത് മൈനർ ലിംഗ്വിസ്റ്റിക് ആൻഡ് സ്ട്രക്ചറൽ അപ്ഡേറ്റ്സ്, ചെറിയ മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. കാരണം സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, അത് ക്വസ്റ്റ്യന് ചാൻസ് ഉള്ള ആസ്പെക്റ്റ് ആണ്.
അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 80 ആണെന്ത് ഡൗറി ഡെത്ത് റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. IPC സെക്ഷൻ 304B ആയിരുന്നു. IPC സെക്ഷൻ 304B ആയിരുന്നു. അതെന്തായി? ഭാരതീയ ന്യായ സംഹിതയിൽ വന്നപ്പോൾ അത് സെക്ഷൻ 80 ആയിട്ട് മാറി. ഓക്കെ, IPC സെക്ഷൻ 304B ആയിരുന്നു. അത് ഭാരതീയ ന്യായ സംഹിതയിൽ വന്നപ്പോൾ എന്തായി മാറി? സെക്ഷൻ 80 ആയി മാറി. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്, സെക്ഷൻ നമ്പർ മാത്രം മാറിയെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വുമൻസ് ഡെത്ത് ഇസ് കൺസിഡേർഡ് എ ഡൗറി ഡെത്ത് ഇഫ്. അപ്പം എന്താണ്? ഒരു വിമൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് ഡൗറി ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അതിനെന്താണ്? കുറച്ച് സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ 7 years ഓഫ് മാരേജ്. വെരി ഇമ്പോർട്ടൻറ്റ്, 7 years ഓഫ് മാരേജ്. എന്താണ്? ഒരു 7, അതായത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനിടയിൽ എന്താണ്? എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഡെത്ത്, എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഡെത്ത് സംഭവിച്ചു എങ്കിൽ അത് ഡൗറി ഡെത്തായിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, എങ്കിലത് ഡൗറി ഡെത്തായിട്ട് കണക്കാക്കും. ഇവിടെ എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? 7 years ആണ്. എന്താണ്? ഇയർ ചിലപ്പോൾ മാറ്റിത്തരാം. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ 10 years ഓഫ് മാരേജ്. അപ്പോൾ പെട്ടെന്നൊരു വെപ്രാളത്തിൽ അത് ശരിയെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റും. ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ 7 years ഓഫ് മാരേജ് ആണ്. ഓക്കെ, ദ ഡെത്ത് ഇസ് കോസ്ഡ് ബൈ എന്താണ്? എങ്ങനെയൊക്കെ ആ ഡെത്ത് സംഭവിച്ചാലായിരിക്കും നമ്മൾ 7 yearsലുള്ള മാരേജ് ഡൗറി ഡെത്തായിട്ട് കണക്കാക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? എന്തെങ്കിലും എന്താണ്? ബൈ ബേൺസ് ആയാൽ, അല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും ബോഡിലി ഇഞ്ചറി, ശരീരത്തിൽ എന്തെങ്കിലും എന്താണ് ഇഞ്ചറീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഓർ ഇറ്റ് ഒക്കേഴ്സ് അണ്ടർ സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസ്. അതായത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നും. നമ്മളിങ്ങനെ പറയില്ലേ, സംതിങ് ഫിഷി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് എന്താണ് മരിക്കേണ്ട ആവശ്യം, അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും വരുന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് എന്താണ് ഒരു സംശയം തോന്നുന്നത്. അതിനെയാണ് നമ്മൾ എന്താണ് സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസസ് ആയാൽ, അല്ലെങ്കിൽ എന്താണ് പൊള്ളലുകളോ അതിങ്ങനെ എന്തെങ്കിലും ബേൺസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തായാലും ബേൺസ് മാത്രമാണെന്നില്ല, എന്ത് തരത്തിലുള്ള ബോഡിലി ഇഞ്ചറി ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡൗറി ഡെത്ത് ആയിട്ട് കണക്കാക്കുന്നു. The woman was subjected to cruelty or harassment by her husband or his relatives. ഹസ്ബൻഡ് തന്നെ ആവണമെന്നില്ല, ഹസ്ബൻഡ് ആയാലും അയാളുടെ റിലേറ്റീവ്സ് ആയാലും സൂൺ ബിഫോർ ഹർ ഡെത്ത് ഇൻ കണക്ഷൻ വിത്ത് ഡൗറി. അപ്പം നമ്മൾ അറിയാണ് വുമൻ വാസ് സബ്ജക്റ്റഡ് ടു എന്താണ്? സബ്ജക്റ്റഡ് ടു ക്രുവൽറ്റി അല്ലെങ്കിൽ ഹറാസ്മെന്റ്. അവർക്ക് നേരെ എന്തെങ്കിലും അതിക്രമമോ എന്തെങ്കിലും ഹറാസ്മെന്റോ നടന്നിട്ടുണ്ട്. ആരുടെ ഭാഗത്തു നിന്നും? ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നോ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നോ. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മളത് ഇൻ കണക്ഷൻ വിത്ത് ഡൗറി ആണെങ്കിൽ, അതായത് നമ്മളത് ഡൗറി ഡെത്തായിട്ട് കണക്കാക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. നമ്മളല്ല എന്താണ് ഈ സെക്ഷന്റെ കീഴിൽ പറയുന്നു. ഓക്കെ, അപ്പം വിമൻസ് ഡെത്ത് ഇസ് കൺസിഡേർഡ് ആസ് എ ഡൗറി ഡെത്ത് ഇഫ് എന്തൊക്കെയാണ്? ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ 7 years ഓഫ് മാരേജ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡെത്ത് ഇസ് കോസ്ഡ് ബൈ ബേൺസ് ഓർ ബോഡിലി ഇഞ്ചുറി. അത് അല്ലെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയണമെന്ത്? അയാൾ മരിക്കുന്നതിന് മുന്നേ ഡൗറി ഡെത്ത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ, അത് ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡ് റിലേറ്റീവ്സ് ചെയ്തെന്ന് നമ്മൾ അറിഞ്ഞാലും നമ്മളത് ഡൗറി ഡെത്തായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം എന്താണ് ഇതിൻ്റെ കീഴിൽ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ്? ഇംപ്രിസൺമെന്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 7 years വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്. അപ്പം ചിലപ്പോൾ എന്താണ് നോട്ട് ലെസ് ദാൻ 7 years ആയിരിക്കും. അതായത് എന്താണ് 7 yearsൽ കുറഞ്ഞൊരു ശിക്ഷയും കിട്ടില്ല. മാക്സിമം എന്താണ് 7 years കിട്ടുന്നു. മിനിമം എന്താണ് 7 years കിട്ടുന്നു. അതിൽ നിന്നും എന്താണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ നീട്ടിക്കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ചിലപ്പോൾ എന്താണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? ജയിലിൽ കിടക്കാനുള്ള അവസ്ഥ വരും. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് എന്താണ് സെക്ഷൻ 304 IPCയിലെ 304B ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ സെക്ഷൻ 80 ആയി. അതിൻ്റെ കീഴിലുള്ള അത് ഡൗറി ഡെത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനാണ്. ഡൗറി ഡെത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ് സെക്ഷൻ 80 എന്ന് പറയുമ്പോൾ അത് ഡൗറി ഡെത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 498A. ഓക്കെ, അത് IPCയിലെ സെക്ഷൻ ആയിരുന്നേ. സെക്ഷൻ 498A എന്ന് പറയുന്നത് IPCയിലെ സെക്ഷൻ ആയിരുന്നു. എ ക്രിട്ടിക്കൽ പ്രൊവിഷൻ ഡീലിംഗ് വിത്ത് ക്രൂവൽറ്റി. ഇമ്പോർട്ടൻറ്റ്. അതായത് സെക്ഷൻ 80 ഡൗറി ഡെത്ത് ആണെങ്കിൽ സെക്ഷൻ 498A ഈസ് ക്രൂവൽറ്റി. ബൈ ആര്? ബൈ ഹസ്ബൻഡ് or his relatives towards a married woman.
ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സോ ആരുടെ അഗെയിൻസ്റ്റ് ആർക്ക് നേരെ ആയിരിക്കും ഈ എന്താണ് ഹരാസ്മെന്റ് നടത്തുക? ടുവേർഡ്സ് എ മാരീഡ് വുമൺ ഹാസ് ബീൻ റീറ്റെയിൻ ഇൻ ദി ഭാരതീയ ന്യായ സംഹിത. അതും നമ്മൾ എന്ത് ചെയ്തു? ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തി. ത്രൂ ദി സെക്ഷൻ നമ്പർ ഹാസ് ചേഞ്ച്ഡ്. അപ്പം എന്താണ് സെക്ഷൻ നമ്പർ ചേഞ്ച് ചെയ്തെങ്കിലും ഈ ഒരു ആസ്പെക്റ്റും, അതായത് ക്രുവൽറ്റി അഗെയിൻസ്റ്റ് മാരീഡ് വുമൺ എന്ന് പറയുന്ന ആസ്പെക്റ്റും നമ്മൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേത് സെക്ഷനാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്രുവൽറ്റി റിലേറ്റഡ് ആയുള്ള സെക്ഷനാണ്. ക്രുവൽറ്റി ഓക്കെ. സെക്ഷൻ 498A ഓൾഡ് ആയിരുന്നു. അതായത് എന്താണ്? പഴയ IPC നിയമപ്രകാരമായിരുന്നു സെക്ഷൻ 498A ഉണ്ടായിരുന്നത്. സെയിം തിങ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ ദി കണ്ടന്റ്. അതായത് ക്രുവൽറ്റി റിലേറ്റഡ് തന്നെയാണ് ഇപ്പോഴും. നമ്മൾ എന്ത് ചെയ്തു? സെക്ഷൻ നെയിം മാറ്റിയെന്നേ ഉള്ളൂ. അത് എന്തിലോട്ടായി? സെക്ഷൻ 85 ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചെന്തായിരുന്നു? സെക്ഷൻ 304B. അതെന്തിലോട്ടായി? സെക്ഷൻ 80. അപ്പോൾ നിങ്ങൾ എന്താണ് ചെറിയ നോട്ടായിട്ട് എഴുതി വെച്ചേക്കുക. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഴയ നിയമവും പുതിയ നിയമവും സെക്ഷൻ 498A സെക്ഷൻ 85 ആയി, സെക്ഷൻ 304B സെക്ഷൻ 80 ആയി. ബട്ട് അതിൻ്റെ കീഴിൽ പറയുന്ന ആ ഒരു സത്തുണ്ടല്ലോ, അത് മാറ്റിയിട്ടില്ല. ഇത് ക്രുവൽറ്റി റിലേറ്റഡ് ആണെങ്കിൽ ഇതെന്തായിരുന്നു നമ്മൾ പഠിച്ച? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡൗറി ഡെത്ത് റിലേറ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി കാണണം. ഇത്രയും നമ്മൾ പറഞ്ഞതിൻ്റെ ഇതിൽ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ സെക്ഷൻ 85 എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് കണ്ടിന്യൂസ് ടു ക്രിമിനലൈസ് ക്രുവൽറ്റി. എന്ത് ചെയ്യുന്നു? ഇറ്റ് കണ്ടിന്യൂസ് ടു ക്രിമിനലൈസ് ക്രുവൽറ്റി. ഇപ്പോഴും എന്താണ്? ക്രുവൽറ്റി ഒരു ക്രിമിനൽ ആക്ട് ആണ്. ബൈ ദി ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ടു എ മാരീഡ് വുമൺ. വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ക്രിമിനൽ ആക്ട് ആണ്. പിന്നെന്താണ് അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അത് ക്രുവൽറ്റിയെ ഡിഫൈൻ ചെയ്യുന്നു. എന്താണ്? എനി വിൽഫുൾ കണ്ടക്ട് ലൈക്ലി ടു ഡ്രൈവ് ദി വുമൺ ടു സൂയിസൈഡ് ഓർ കോസ് ഗ്രേവ് ഇഞ്ചുറി. എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു വിൽഫുൾ കണ്ടക്ട്, എന്താണ്? മനഃപൂർവ്വം ചെയ്തതാണ്. അതെന്ത് ചെയ്യുന്നു? അത് എന്തിലേക്ക് വിമണിനെ നയിക്കുന്നു? ടു സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രേവ് ഇഞ്ചുറി, വലിയ തരത്തിലുള്ള എന്താണ് മുറിവ്, ഇഞ്ചുറി സംഭവിക്കുകയോ ചെയ്താൽ അതെന്താണ്? ക്രുവൽറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. പിന്നെന്താണ്? ഹറാസ്മെന്റ്, നമ്മളവരെ ഉപദ്രവിക്കുന്നു. ഹറാസ്മെന്റ് വിത്ത് എ വ്യൂ ടു കൊയേഴ്സിങ് ഹർ ഓർ ഹർ റിലേറ്റീവ്സ് ടു മീറ്റ് അൺലോഫുൾ ഡൗറി ഡിമാൻഡ്സ്. അവരെ നമ്മൾ എന്താണ് നിർബന്ധിച്ച് ഹറാസ് ചെയ്ത് പോയി എന്താണ് അവരുടെ വീട്ടിൽ നിന്നും, അതായത് എന്നെയാണ് വിവാഹം കഴിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറയാണ് എന്നെ വളരെയധികം ഹറാസ് ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ട് പറയാണ് എൻ്റെ വീട്ടിൽ പോയി എന്താണ് ആവശ്യത്തിലധികം, അതായത് ഡൗറി വായിക്കുന്നത് തെറ്റാണ്, എന്നിട്ടും ചെറിയ ഡൗറി നമ്മൾ കൊടുത്തു കാണും. അതിനേക്കാൾ കൂടുതൽ അൺലോഫുൾ ആയിട്ടുള്ള ഡൗറി. അൺലോഫുൾ ആയിട്ടുള്ള ഡൗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രൂപ ഡൗറി ആയിട്ട് വാങ്ങിച്ചാലും എന്താണ്? അത് അൺലോഫുൾ ആയിട്ടുള്ള ഡൗറിയാണ്. കാരണം ഡൗറി എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റാത്ത, അത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ നമുക്ക് ആക്ട് ഉണ്ട്. അപ്പം 1 രൂപ കൊടുത്താൽ പോലും എന്താണ്? അത് അൺലോഫുൾ ആയിട്ടുള്ള ഡൗറിയാണ്. അപ്പോൾ ആ ഡൗറി മേടിക്കാൻ വേണ്ടിയിട്ട് എന്നെയും എൻ്റെ റിലേറ്റീവ്സിനെയും, എൻ്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനെ ഫോഴ്സ് ചെയ്യുന്നു. അതും നമ്മൾ ക്രുവൽറ്റി ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ. പിന്നെന്താണ്? പണിഷ്മെൻറ്റ്. സെക്ഷൻ 85 കീഴിൽ പറഞ്ഞിരിക്കുന്ന പണിഷ്മെൻ്റ് ആണ് ഇത്. സെക്ഷൻ 85 ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? സെക്ഷൻ 80 കീഴിൽ എത്രയായിരുന്നു പണിഷ്മെൻറ്റ്? ഇംപ്രിസൺമെൻറ്റ് അപ് ടു 7 years. അപ്പോൾ എന്താണ് ഇവിടെ? ഇംപ്രിസൺമെൻറ്റ് ടു 3 years അതുപോലെ തന്നെ എന്താണ്? ഫൈനും ഉണ്ടാവും. ഓക്കെ. ഇറ്റ് ഇസ് എ കൊഗ്നിസബിൾ നോൺ ബെയിലബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ്. എന്താണ് കൊഗ്നിസബിൾ, നോൺ ബെയിലബിൾ, നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെന്താണ്? ബെയില് ലഭിക്കുന്ന ഒരു ഒഫൻസ് അല്ല അത്. പിന്നെന്താണ്? നോൺ കോമ്പൗണ്ടബിൾ ആണ്. എന്താണ്? നമുക്ക് കോടതിയുടെ പുറത്ത് വെച്ചിട്ട് അത് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഒരു കോംപ്രമൈസിലെത്തി അത് പരിഹരിക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ അല്ല. എന്ത്? ഡൗറി എന്താണ് റിലേറ്റഡ് ഡെത്ത്, ക്രുവൽറ്റിയോ അല്ലെങ്കിൽ ഡൗറി റിലേറ്റഡ് എന്താണെന്ന് പറഞ്ഞാലും അതാണ്. അത് കൊഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ബെയില് കിട്ടുന്ന, ജാമ്യം കിട്ടുന്ന ഒഫൻസ് അല്ല. ബെയിൽ എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുന്ന ഒരു ഒഫൻസ് അല്ല അത്. പിന്നെന്താണ്? അത് നോൺ കോമ്പൗണ്ടബിൾ ആണ് എന്നാണ് പറയുന്നത്. എന്താണ്? ക്രുവൽറ്റി അഗെയിൻസ്റ്റ് എന്താണ്? മാരീഡ് വുമൺ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇതൊന്ന്, ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് കൊഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിളും ആണ്, നോൺ കോമ്പൗണ്ടബിളും ആണ്. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ഇനി നമുക്ക് കുറച്ച് കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നോക്കാം. നമുക്ക് എന്തുണ്ടായിരുന്നു ഡൗറി റൂൾ, നമുക്ക് എന്തുണ്ട് കേരള ഡൗറി പ്രൊഹിബിഷൻ റൂൾസ് ഉണ്ട്. അത് 2004 വന്നതാണ്. കേരള ഡൗറി പ്രൊഹിബിഷൻ റൂൾസും നമുക്കുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ഇയർ? കേരള ഡൗറി പ്രൊഹിബിഷൻ റൂൾസ്. അതെന്ത് ചെയ്യുന്നു? പ്രൊവൈഡ്സ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡൗറി ഓഫീസേഴ്സ്. ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിനെ എന്ത് ചെയ്യുന്നു? അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം അത് പറയുന്നു. രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്സ് കംപ്ലയിൻറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് അവയർനെസ്. അവരെന്ത് ചെയ്യുന്നു? അതായത് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിൻ്റെ കീഴിൽ വരുന്ന കംപ്ലയിൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? അത് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, പിന്നെ അവയർനെസ്സും പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് കേരള വിമൻസ് കമ്മീഷൻ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത് ചെയ്യുന്നു? ലീഗൽ എയ്ഡ് വിമൻസ് കമ്മീഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? കൗൺസിലിംഗ്, അതുപോലെ തന്നെ എന്താണ് മീഡിയേഷൻ, പിന്നെ എന്താണ് ആക്റ്റീവ്ലി ഇൻ്റർവീൻസ് ഇൻ ഡൗറി റിലേറ്റഡ് ഇഷ്യൂസ്. ഡൗറി റിലേറ്റഡ് ഇഷ്യൂസിന് എന്താണ് അതിനെതിരെയായിട്ട് പ്രവർത്തിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള റിഫോംസ് നോക്കാം. 2021-2022 നമുക്ക് സേ നോ ടു ഡൗറി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. സേ നോ ടു ഡൗറി. പിന്നെ വി ഹാവ് മാൻഡേറ്ററി ആൻറ്റി ഡൗറി ഡിക്ലറേഷൻസ്. എവിടെ എന്താണ് കോളേജസിലും യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്താണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ആൻറ്റി ഡൗറി ഡിക്ലറേഷൻസ് ഉണ്ട് നമുക്ക്. അവയർനെസ് ഡ്രൈവ്സ് അക്രോസ് സ്കൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോംസ്. എന്താണ് സ്കൂൾസിനെയും കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അവർക്ക് ഇടയിൽ ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തി. അതെന്താണ്? ഇതാണ് ഡൗറി, ഇങ്ങനെയൊക്കെയാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നമുക്ക് ഇങ്ങനെയുണ്ട്, ഇതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോ ഉണ്ട്. സ്റ്റേറ്റ് സ്പെസിഫിക് ആണെങ്കിൽ നമുക്ക് എന്താണ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് ഉണ്ട്. ഇവരെ ഇങ്ങനെ പിന്നെ വിമൻസ് കമ്മീഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ മനസ്സിലാക്കുന്നു, അവരെ ഇതിനെക്കുറിച്ച് ബോധവാന്മാർ ആക്കുന്നു. അങ്ങനെ എന്ത് അവയർനെസ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ അവയർനെസ് ഡ്രൈവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് ആയതുകൊണ്ട് അതിന് കീഴിലുള്ള സെക്ഷൻസ് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ടു പ്രൊഹിബിറ്റ് എന്താണ്? ടു പ്രൊഹിബിറ്റ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി. ഡൗറി കൊടുക്കുന്നതോ ഡൗറി വാങ്ങിക്കുന്നതോ തെറ്റാണ്. കൊടുക്കുന്നതായാലും വാങ്ങിക്കുന്നതായാലും ഡൗറി വാങ്ങുന്നതോ കൊടുക്കുന്നതോ അത് രണ്ടും ചെയ്താൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ആൻഡ് പീനലൈസ് ഇറ്റ്സ് പെർപെച്വേഷൻ. അത് ചെയ്താൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ പീനലൈസ് ചെയ്യുന്നു. അതായത് അത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സെക്ഷൻസ് ഏതാന്ന് ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ സെക്ഷൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ഇൻ ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. സെക്ഷൻ 1 അതെന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. അതായത് എന്താണ്? ചെറിയ എന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ വരുന്നു, എന്തൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ അപ്ലൈസ് ടു ഓൾ ഓഫ് ഇന്ത്യ. ഇത് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ അറ്റ് ദി ടൈം ഓഫ് എനാക്ട്മെൻറ്റ് ആയിരുന്നു. അതായത് നേരത്തെ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ അറ്റ് ദി ടൈം ഓഫ് എനാക്ട്മെൻറ്റ് ആയിരുന്നു. ഇത് നമുക്ക് ഇപ്പോൾ ബാധകമല്ല. പക്ഷേ ഇങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അതിനാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്ത് ചെയ്തു? നമ്മൾ ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീർ ഒക്കെ റിലേറ്റ് ചെയ്ത ആർട്ടിക്കിളാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചു കഴിയും. അത് നമ്മൾ എടുത്ത് കളഞ്ഞപ്പോഴാണ് ഈ ആക്ട് എന്താണ് ജമ്മു കാശ്മീരിൽ കൂടി എക്സ്റ്റെൻഡ് ആയത്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എക്സ്റ്റെൻഡ് ആണ്. ഇത് നിങ്ങൾ എന്താണ് മറക്കരുത്, ഓർത്ത് വയ്ക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ ആക്ട് വന്ന സമയത്ത് ഇത് ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ ആയിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇവിടെ അത് തന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്? അത് ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ദി ടൈം ഓഫ് എനാക്ട്മെൻറ്റ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ്? ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ ആണ്. അതാണ് സെക്ഷൻ 1. ഓക്കെ, പിന്നെ സെക്ഷൻ 2 ഡെഫിനിഷൻ ഓഫ് ഡൗറി ആണെന്ന് സെക്ഷൻ 2 കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. എന്ത് പ്രോപ്പർട്ടി ആയാലും അതൊരു എന്ത് വാല്യുബിൾ സെക്യൂരിറ്റി ആയാലും നമ്മളത് കൊടുക്കുന്നു. എന്തിന്? ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ഓക്കെ, പിന്നെ സെക്ഷൻ 3 എന്താണ്? പെനാൽറ്റി ഫോർ ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി. പെനാൽറ്റി ഫോർ ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി എന്താണെന്ന് പറഞ്ഞേക്കുന്നതാണ് എന്ത്? സെക്ഷൻ 3 എന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ 2 ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡൗറി, എങ്ങനെയൊക്കെ കൊടുത്താൽ ഡൗറി ആവാം. നമ്മൾ അതിന് കീഴിൽ കുറേ പോയിന്റ്സ് പഠിച്ചു. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ആ സെക്ഷൻ 2 ഡൗറിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി ആ ഡൗറിയുടെ ഡെഫിനിഷൻ ഒന്നും അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെതിരെ നമുക്കിനി പണിഷ്മെൻറ്റ് വേണം. അപ്പോൾ സെക്ഷൻ 3 നമ്മൾ ഈ പണിഷ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത്. പെനാൽറ്റി ഫോർ ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി. കൊടുക്കുന്നതിനോ സ്ത്രീധനം വാങ്ങിയാലോ കൊടുത്താലോ ഉള്ള പണിഷ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. മിനിമം 5 years ഇംപ്രിസൺമെൻറ്റ് പ്ലസ് ₹15,000 ഫൈൻ ഓർ ഡൗറി വാല്യൂ. അതായത് വിച്ച് എവർ ഇസ് മോർ. ഒന്നി എന്തായിരിക്കും?
മിനിമം എന്താണ് 5 years പണിഷ്മെന്റ് എങ്കിലും കിട്ടും. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തുണ്ട്, ഫൈനുണ്ട്. അത് ഒന്നീ ₹15,000 ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗറിയുടെ വാല്യൂ, നമ്മൾ എത്രയാണോ ഡൗറി കൊടുത്തത് അതിൻ്റെ വാല്യൂ, അതിലേതാണോ കൂടുതൽ അതായിരിക്കും ഫൈനായിട്ട് വരിക. 15,000-നേക്കാളും കൂടുതലാണ് ഡൗറി വാല്യൂ എങ്കിൽ അതായിരിക്കും എന്താണ്, ആ ഡൗറിയുടെ വാല്യൂ എത്രയാണോ, ആ സ്ത്രീധനത്തിൻ്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും എന്ത്, ഫൈനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ പഠിച്ച ഇയർ നമ്മൾ നേരത്തെ പഠിച്ച ഇയർ ആയിട്ട് മാറിപ്പോകരുത്. അത് ഭാരതീയ ന്യായ സംഹിതയിലുള്ള ഇയറാണ്. ഇത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 കീഴിൽ പറയുന്ന ഇയറാണ്. ഓക്കെ, മിനിമം 5 years, 15,000 ഫൈൻ, അല്ലെങ്കിൽ ഡൗറി വാല്യൂ ഏതാണോ കൂടുതൽ, വിച്ച് എവർ ഇസ് മോർ. ഓക്കെ, പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജമ്മു കാശ്മീരിൻ്റെ കാര്യം. ഇപ്പോൾ ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. ദെൻ സെക്ഷൻ 4 എന്താണ് പറയുന്നത്, പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറി. അപ്പം ഡൗറി കൊടുക്കുകയോ എന്താണ് വാങ്ങുകയോ മാത്രമല്ല, ഡൗറി ചോദിച്ചാലും എന്താണ്, ഡൗറി ആവശ്യപ്പെട്ടാലും എന്ത് ചെയ്യുന്നു, അതിനും പണിഷ്മെന്റ് ഈ ആക്ടിന്റെ കീഴിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറി അതെന്താണ്, ഇംപ്രിസൺമെന്റ് 6 months ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യാം, 2 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആൻഡ് ഫൈൻ എന്തായിരിക്കും, ₹10,000 ആയിരിക്കും. അപ്പോൾ ഇംപ്രിസൺമെന്റ് 6 months to 2 years, 2 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ആവാം. ഫൈൻ എത്രയായിരിക്കും, ₹10,000. അതാണ് സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത്. ദെൻ വി ഹാവ് സെക്ഷൻ 4A. സെക്ഷൻ 4A അഡ്വർട്ടിസ്മെന്റ് ബാൻ ചെയ്യുക എന്നതാണ്. ബാൻ ഓൺ അഡ്വർട്ടിസ്മെന്റ് ഓഫറിംഗ് പ്രോപ്പർട്ടി മണി ഫോർ മാരേജ്. അതായത് എന്താണ്, അതായത് ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഡൗറി പ്രോത്സാഹിപ്പിക്കുന്ന എന്തൊരു അഡ്വർട്ടിസ്മെന്റ് ആയാലും അതെന്ത് ചെയ്യാം, പ്രോപ്പർട്ടി കൊടുക്കണം എന്താണ്, അല്ലെങ്കിൽ എന്താണ് മണി കൊടുക്കണം, അല്ലെങ്കിൽ സ്വർണം കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്യം ചെയ്താൽ അത് തെറ്റാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പരസ്യം ചെയ്യാനേ പറ്റില്ല, അത് ബാൻ ചെയ്തിരിക്കുന്നു. അത് ചെയ്താൽ, അതായത് ബാൻ ചെയ്തിരിക്കുന്നു എന്നിട്ടും അങ്ങനെ പരസ്യം ചെയ്താൽ എന്താണ് പണിഷ്മെന്റ്, ഇംപ്രിസൺമെന്റ് അപ് ടു 5 years ആൻഡ് ഫൈൻ അപ് ടു ₹15,000. ഇംപ്രിസൺമെന്റ് അപ് ടു 5 years ആൻഡ് ഫൈൻ അപ് ടു ₹15,000. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ വിമൻസ് കമ്മീഷൻ ആണെന്ന് തോന്നുന്നു, ഡൗറി റിലേറ്റഡ് ആയിട്ട് അവർ കുറച്ച് സജഷൻസ് ഒക്കെ ഇറക്കിയായിരുന്നു. അതായത് നമ്മൾ ഈ സിനിമയിൽ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആൽക്കഹോൾ കൺസംഷൻ ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ എഴുതി കാണിക്കില്ലേ, അതേപോലെ ജുവലറിയുടെ പരസ്യത്തിലുമൊക്കെ ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞ് കാണിക്കണമെന്ന് അവർ സജഷൻ പറഞ്ഞു. അത് ഇതുവരെ എനാക്ട് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ഒരു സജഷനാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ, റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞോളൂ. പിന്നെ സെക്ഷൻ 5 എന്താണ്, എഗ്രിമെന്റ് ഫോർ ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി. അപ്പം എന്താണ്, ഇവിടെ ഡൗറി കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് വെച്ചേക്കാണ്, ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഡൗറി കൊടുക്കും, ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഡൗറി തരും, അല്ലെങ്കിൽ പാതി കല്യാണം കഴിഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ പാതി കല്യാണത്തിന് മുന്നേ തരും. അങ്ങനെയൊക്കെ നമ്മൾ എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടില്ലേ, എഗ്രിമെന്റ് എഴുതിയില്ല പറയുകയോ വാക്കാൽ പറയുകയോ എന്ത് ചെയ്താലും എനി സച്ച് അഗ്രിമെന്റ് ഇസ് ലീഗലി വോയിഡ്. ലീഗലി വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് വാല്യൂ ഇല്ല, ലീഗലി അത് വോയിഡ് ആണ്, അങ്ങനെ ഒരു എഗ്രിമെന്റ് നിലനിൽക്കില്ല എന്നാണ് ലീഗലി വോയിഡിന്റെ അർത്ഥം. അതിന് ലീഗലി വല്ല വിലയൊന്നുമില്ല, അത് നിലനിൽക്കില്ല. ഓക്കെ, മനസ്സിലായോ? അതാണ് വോയിഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ സെക്ഷൻ 6, ഡൗറി ടു ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ബ്രൈഡ്. എന്താണ് ഡൗറി, എന്താണ് ബ്രൈഡിൻ്റെ ബെനിഫിറ്റിന് ആണ് എങ്കിൽ മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ബ്രൈഡ് വിത്തിൻ 3 months, ഫെയിലിയർ പണിഷബിൾ. അതായത് ഡൗറി എന്ന് പറയുന്നത് എന്താണ്, ബ്രൈഡിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതായത് ബ്രൈഡിൻ്റെ പാരൻസോ റിലേറ്റീവ്സോ ബ്രൈഡിന് വേണ്ടി കൊടുത്തതാണ്, അത് ഡൗറി ആയിട്ട് അവരെടുത്തു. അങ്ങനെയാണെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ബ്രൈഡിന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? പിന്നെ വാട്ട് ഇസ് സെക്ഷൻ 7 സെയിങ്? നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ്. ഓൺലി പോലീസ് ഓഫീസേഴ്സ് ഓർ സെർട്ടൻ പേഴ്സൺസ് ക്യാൻ ലോഡ്ജ് കംപ്ലയിൻറ്റ്സ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് ഓഫീസേഴ്സിനും പിന്നെ എന്താണ് ചില സെർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിന്, ആൾക്കാർക്ക് മാത്രമേ എന്താണ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ സെക്ഷൻ 8, ഒഫൻസസ് ടു ബി കൊഗ്നിസബിൾ, നോൺ ബെയിലബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രാൻസ് സീരിയസ് ലീഗൽ ട്രീറ്റ്മെൻറ്റ് ടു ഡൗറി ഒഫൻസസ്. അപ്പോൾ എന്താണ് ഇതൊക്കെ എന്താണ് ഡൗറി ഒഫൻസസിനെതിരായിട്ടുള്ള സീരിയസ് ലീഗൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ്? കൊഗ്നിസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ജാമ്യം കിട്ടില്ല. നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കോടതിയുടെ പുറത്ത് വെച്ച് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്ന് പറയുന്നത് ഡൗറി ഒഫൻസ് എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ 8A, burden of proof. Burden of proving no dowry exchange lies on the accused. അതെന്താണ്,
ഇപ്പം എന്താണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ മുകളിലാണ് എന്ത് ഡൗറി അക്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നോട് ഡൗറി ചോദിച്ചു. അപ്പോൾ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള തെറ്റ് ചെയ്ത ആരാണ്? എൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെയാണെങ്കിൽ ആ അക്യൂസ്ഡ് അയാളാണല്ലോ അക്യൂസ്ഡ്, അയാളാണ് തെറ്റ് ചെയ്തത്. അയാൾ വേണം എന്ത് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അയാളാണെന്ത് പ്രൂവ് ചെയ്യാൻ ഉള്ളത്. പിന്നെന്താണ് സെക്ഷൻ 8B, അപ്പോയിൻമെന്റ് ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് എംപവർഡ് ടു പ്രിവെന്റ്, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പ്രോസിക്യൂട്ട് ഒഫൻസസ്. അതായത് അപ്പോയിൻമെന്റ് ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിന്റെ കാര്യം പറയുന്ന സെക്ഷനാണെന്ത് 8B എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണെന്ത് ഡൗറി പ്രൊഹിബിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സെക്ഷൻ്റെ കീഴിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ സെക്ഷൻ 8A എന്താണ് ചോദിച്ചേക്കുന്നത്, സെക്ഷൻ 6 എന്താണ് ചോദിച്ചേക്കുന്നതെന്ന് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പിന്നെ റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ നിൽക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് പിന്നെ എന്താണ് അത് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല. പല പ്രാവശ്യം എടുത്ത് വായിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് ഓർമ്മ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് തന്നെയാണ്, അത് കുറച്ച് ഡയറക്റ്റ് ആയിട്ട്. എന്താണ് ഇയർ ഓഫ് എനാക്ട്മെന്റ് എന്തായിരുന്നു? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. മേജർ അമെൻമെന്റ്സ് ഞാൻ പറഞ്ഞു എന്താണ് 1961 ആയിരുന്നു എന്താണ് അന്ന് കറക്റ്റ് വന്ന ഇയർ. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 1984 ഒന്ന് 1986. 1984 1986. പിന്നെന്താണ് IPC സെക്ഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻസും കൂടി നോക്കുക. 498A IPC ക്രൂവൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. 304B എന്താണ് ഡെത്ത്, ഡൗറി ഡെത്ത് റിലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ് സെക്ഷൻസും കൂടി നോക്കുക. ഇവിടെയാണെങ്കിൽ 85, ഇവിടെയാണെങ്കിൽ 8 വരും ഭാരതീയ ന്യായ സംഹിതയാണെങ്കിൽ. പിന്നെന്താണ് ആരുടെ കീഴിലാണ് ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദി അക്യൂസ്ഡ് ആണ്. അതായത് എന്താണ് അക്യൂസ് ചെയ്യപ്പെട്ട ആൾ വേണം എന്താണ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സംഭവം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് അയാൾ വേണം എന്താണ് തെളിയിക്കാനുള്ളത്. സോ ബർഡൻ ഓഫ് പ്രൂഫ് അക്യൂസ്ഡിൻ്റെ കീഴിലാണെന്ന് അക്യൂസ്ഡിൻ്റെ മേലെയാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 8A എന്ന് പറയുന്നത്. പിന്നെ നേച്ചർ ഓഫ് ഒഫൻസ് കോഗ്നിസിബിൾ ആണ്, അത് നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 8. കേരള മേക്സ് ആൻറ്റി ഡൗറി ഡിക്ലറേഷൻസ് മാൻഡേറ്ററി ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആൻറ്റി ഡൗറി ഡിക്ലറേഷൻസ് എന്താണ് ഡൗറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഡൗറി വാങ്ങില്ല, ഡൗറി കൊടുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം കണ്ടാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് തെറ്റാണ്. അതെന്താണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ഡൗറി പ്രൊഹിബിഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ഡൗറി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോ first question, according to the Dowry Prohibition Act 1961, what is the definition of dowry? അപ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നും ഏതാണ് ഡൗറിയുടെ ഡെഫിനിഷൻ, ഏത് പ്രകാരം 1961 ആക്ട് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കണം. സോ എന്താണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത്? ഒൺലി ക്യാഷ് ഗിവൺ ഡ്യൂറിങ് മാരേജ്. ക്യാഷ് മാത്രമാണെന്ന് നമ്മൾ പഠിച്ചോ? ഇല്ല. അപ്പോൾ അത് തെറ്റ്. പ്രോപ്പർട്ടി ഓർ വാല്യുബിൾ സെക്യൂരിറ്റി ഗിവൺ ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആവാം അല്ലെങ്കിൽ വാല്യുബിൾ സെക്യൂരിറ്റി ആവാം. എന്ത് റിലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു? മാരേജ് റിലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. അത് നമ്മൾ പഠിച്ചില്ലേ? അപ്പം ഓപ്ഷൻ ബി ആയിരിക്കണം നമ്മുടെ ആൻസർ. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഫാമിലീസ് ആഫ്റ്റർ മാരേജ്, അത് ഗിഫ്റ്റ്സ് ആണ്, അതല്ല. എക്സ്പെൻസസ് ഇൻകർ ഡ്യൂറിങ് ദ വെഡിങ് സെറമണി, അതും അല്ല. അപ്പം എന്താണ് ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ കിട്ടിയില്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇൻ വിച്ച് ഇയർ വാസ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്ഡ്? ഏത് ഇയർ ആണ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ഏത് ഇയർ ആണ്? 1955, 61, 1984, 2005. 1961 നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഇവിടെ 1984 കൊടുത്തേക്കുന്നുണ്ടോ? ഇത് ഡൗറി രണ്ടാമത് അമെൻഡ് ചെയ്തൊരു ഇയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷനായി പോകരുത്. 1981 ആണ് നമ്മുടെ 1961 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 1961 ഓപ്ഷൻ ബി. വാട്ട് ഇസ് ദ പണിഷ്മെന്റ് ഫോർ ടേക്കിംഗ് ഓർ ഗിവിംഗ് ഡൗറി അണ്ടർ സെക്ഷൻ 3 ഓഫ് ദി ആക്ട്? സെക്ഷൻ 3 പ്രകാരം എന്താണ് ഗിവിംഗ് ഡൗറി അല്ലെങ്കിൽ ടേക്കിംഗ് ഡൗറി പ്രകാരമുള്ള പണിഷ്മെന്റ്? 1 year ഇംപ്രസൺമെന്റ് ആണോ? 10,000 ഫൈൻ ഓൺലി? മിനിമം 5 years ഇംപ്രസൺമെന്റ് ആൻഡ് ഫൈൻ ഓഫ് ₹15,000 ഓർ വാല്യൂ ഓഫ് ദി ഡൗറി? ഓപ്ഷൻ സി അല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, ബാക്കി മൂന്നും അല്ല. ഓക്കെ, ഓപ്ഷൻ സി. സെക്ഷൻ 304B ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് ഡീൽസ് വിത്ത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 304B എന്ത് കൊണ്ട് ഡീൽ ചെയ്യുന്നു? ക്രുവൽറ്റി ബൈ ഹസ്ബൻഡ്, ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി ഡെത്ത്, ഡിവോഴ്സ് പ്രൊസീഡിങ്സ്. അപ്പോൾ 304B ഇവിടെ IPC ആണ് ചോദിച്ചെങ്കിലും നിങ്ങൾ ഇതും കൂടി ഒന്ന് ഓർക്കുക. ഭാരതീയ ന്യായ സംഹിതയുടെ ആർട്ടിക്കിൾ ഏതാണെന്നും കൂടി സെക്ഷൻ ഏതാണെന്നും കൂടി നോക്കുക. അപ്പോൾ എന്താണ് ഡൗറി ഡെത്ത് അല്ലേ നമ്മൾ പഠിച്ചത് 304Bയിൽ?
ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. സെക്ഷൻ 85 ഓഫ് ഭാരതീയ ന്യായ സംഹിത 2023 കറസ്പോണ്ട്സ് ടു വിച്ച് IPC സെക്ഷൻ? നേരത്തെ ഏത് IPC സെക്ഷൻ ആയിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്, സെക്ഷൻ 85 ആണ്. സെക്ഷൻ 85 നമ്മൾ എന്താണ് പഠിച്ചത്? ക്രൂവൽറ്റി ആണെന്നല്ലേ പഠിച്ചത്. ഇപ്പോൾ ക്രൂവൽറ്റി ആണ്. അതേത് IPC ആയിരുന്നു? 498A. 498. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. Which of the following sections bans advertisement offering dowry? ഏത് സെക്ഷൻസ് ആണ് അഡ്വർട്ടിസ്മെന്റ്, അതായത് ഡൗറി ഓഫർ ചെയ്യുന്ന റിലേറ്റ് ചെയ്ത് അഡ്വർട്ടിസ്മെന്റ് ബാൻ ചെയ്യുന്നത്? സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 4A ആൻഡ് സെക്ഷൻ 6. ഓക്കെ, സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 4A ആൻഡ് സെക്ഷൻ 6. അപ്പോൾ എന്താണ്, സെക്ഷൻ 4A ആണെന്ത് അഡ്വർട്ടിസ്മെന്റ് ബാൻ ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. Which section states that agreements of dowry are legally void? Dowry relate ചെയ്തിട്ടുള്ള agreements എന്ന് പറയുന്നത് legally void ആണ് എന്ന് പറയുന്നത് ഏത് സെക്ഷൻ ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 5, സെക്ഷൻ 6, സെക്ഷൻ 8 ആൻഡ് 8A. സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5. സെക്ഷൻ 6ഉം 8ഉം 8Aയും അല്ല. സെക്ഷൻ 5 ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. വാട്ട് ഇസ് ദ മിനിമം പണിഷ്മെന്റ് ഫോർ ഡിമാൻഡിങ് ഡൗറി അണ്ടർ സെക്ഷൻ 4? സെക്ഷൻ 4 റിലേറ്റ് ചെയ്തിട്ട് ഡൗറി ഡിമാൻഡ് ചെയ്താൽ അതെന്താണ് അതിന്റെ മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത്? 3 months, 6 months, 1 year ആൻഡ് 5 years. ഏതാണ് മിനിമം പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്? 6 months അല്ലേ? 3 months അല്ല, 1 year അല്ല, 5 years അല്ല. 6 months ആണെന്ത് മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് 2 years വരെ എക്സ്റ്റെൻഡ് ആവാമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. Option B. What is the punishment under section 4A for giving dowry advertisements? അപ്പോൾ ഡൗറി അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നതിൽ എന്താണ് 4A പ്രകാരമുള്ള പണിഷ്മെന്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എന്താണ് 2 years ആൻഡ് ₹10,000, അപ് ടു 5 years ആൻഡ് 15,000 ഫൈൻ, ഓൺലി 5,000 ഫൈൻ ആൻഡ് 6 months ഇംപ്രിസൺമെന്റ്. ഏതാണ് ആൻസർ? ഡൗറി റിലേറ്റ് ചെയ്തിട്ട് പണിഷ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അപ് ടു 5 years ആൻഡ് 15,000 ഫൈൻ. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ് ടു 5 years ആൻഡ് 15,000 ഫൈൻ. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ കേരള ഡൗറി പ്രൊഹിബിഷൻ റൂൾസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് കേരള ഡൗറി പ്രൊഹിബിഷൻ റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഏത് ഇയർ ആണ് നമ്മൾ പഠിച്ചത്? 2004 അല്ലേ? 2004. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. What is the punishment under section 85 of ഭാരതീയ ന്യായ സംഹിത 2023 for cruelty? ക്രൂവൽറ്റിക്കെതിരെ എന്താണ് പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ്? 6 months ലൈഫ് ഇംപ്രിസൺമെന്റ്, 3 years ആൻഡ് ഫൈൻ, ഡെത്ത് പെനാൽറ്റി. ഏതാണ്? 6 months ആണോ? അല്ല. ലൈഫ് ഇംപ്രിസൺമെന്റ് ആണോ? അല്ല. 3 years ആൻഡ് ഫൈൻ അല്ലേ? ഡെത്ത് പെനാൽറ്റിയും അല്ല. ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. The offense of dowry is categorized under which of the following? ഏത് ഇതിന്റെ കീഴിലാണ് എന്താണ് ഒഫൻസ് ഓഫ് ഡൗറി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? അത് ബെയിലബിൾ ആണ്, കോമ്പൗണ്ടബിൾ ആണ്? ആണോ? അല്ലല്ലോ. ബെയിലബിളും അല്ല, കോമ്പൗണ്ടബിളും അല്ല. അപ്പോൾ അത് തെറ്റ്. നോൺ കോഗ്നിസബിൾ ആണ്, കോമ്പൗണ്ടബിൾ ആണ്. നോൺ കോഗ്നിസബിൾ ആണോ? അല്ല. നമ്മൾ എന്താണ് പഠിച്ചത്? അത് കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ നമുക്ക് വരേണ്ട ആൻസർ? ഓപ്ഷൻ സി. ബർഡൻ ഓഫ് പ്രൂഫ് ഇൻ ഡൗറി കേസസ് ലൈസ് ഇൻ ഹൂം? ആരുടെ ഇതിലാണ് എന്താണ് ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത്? നമ്മൾ എന്താണ് പഠിച്ചത്? വിക്ടിമോ പോലീസോ ഗ്രൂമിൻ്റെ ഫാമിലിയോ അല്ല, ആരാണോ അക്യൂസ്ഡ് അവരുടെ ഇതാണ് കയ്യിലാണ് എന്ത് ബർഡൻ ഓഫ് പ്രൂഫ് വരുന്നത്. ഓക്കെ. ഓപ്ഷൻ ഡി. വാട്ട് ഡസ് സെക്ഷൻ 8B ഓഫ് ദ ആക്ട് പ്രൊവൈഡ് ഫോർ? 8B ഏതാണ് പറയുന്നത്? റൂൾ ഓഫ് ജുഡീഷ്യറി ആണോ? മാരേജ് രജിസ്ട്രേഷൻ റൂൾസിനെ കുറിച്ചാണോ? അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണോ? അല്ലെങ്കിൽ NGOസിൻ്റെ റൂൾസിനെ പറ്റിയാണോ? ഇങ്ങനെയൊരു സംഭവം നമ്മൾ പഠിച്ചില്ല. മാരേജ് രജിസ്ട്രേഷൻ റൂൾസ് നമ്മൾ പഠിച്ചോ? ഇല്ല. റോൾ ഓഫ് NGOs നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോയിൻമെന്റ് ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് ആണ് എന്ത്? സെക്ഷൻ 8B. ഡൗറി ഡെത്ത് മസ്റ്റ് ഒക്കർ വിത്തിൻ ഹൗ മെനി ഇയേഴ്സ് ഓഫ് മാരേജ്? മാരേജിന്റെ എത്ര വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഒക്വയർ ചെയ്താൽ ആണ് നമ്മളത് ഡൗറി ഡെത്ത് ആയിട്ട് കണക്കാക്കുന്നതെന്നാണ് നമ്മളിവിടെ ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചു. ഇയർ ഓർത്ത് വെക്കാൻ നമ്മൾ പറഞ്ഞു. 5 years ആണോ? അല്ല. 10 അല്ല, 3 അല്ല, 7 years ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 7 years. ഓപ്ഷൻ സി. Which campaign was launched by Kerala to tackle dowry in 2021-2022? എന്തായിരുന്നു? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആണോ? അല്ല. അത് സെൻട്രൽ സ്കീമാണ്. ഡൗറി ഫ്രീ മാരേജ് ഡ്രൈവ് അല്ല. വുമൻസ് ഫസ്റ്റ് ക്യാമ്പയിനും അല്ല. സേ നോ ടു ഡൗറി. ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. What was made mandatory in Kerala's educational institution? എന്താണ് മാൻഡേറ്ററി? നമ്മൾ എന്താണ് പറഞ്ഞത്? മാരേജ് രജിസ്ട്രേഷൻ ആണോ? അതൊക്കെ കുറച്ച് കൂടുതലല്ലേ. അപ്പോൾ അത് തെറ്റ്. ഡൗറി എഗ്രിമെന്റ് ഫോംസ്, ഡൗറി കൊടുക്കാന്നുള്ള എഗ്രിമെന്റ് ഫോംസ് ആണോ? അല്ല. ആന്റി ഡൗറി ഡിക്ലറേഷൻസ്. ഓപ്ഷൻ സി.
which act is also applied in cases of domestic abuse related to dowry. അപ്പോൾ ഡൊമസ്റ്റിക് അബ്യൂസ് റിലേറ്റ് ചെയ്ത് നമുക്ക് ഏത് ആക്റ്റും കൂടി ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ മാരേജ്, ഹിന്ദു മാരേജ് ആക്ട്, ഫാമിലി കോർട്ട് ആക്റ്റും അല്ല, മറിച്ച് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്, വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് 2005. ഓപ്ഷൻ സി. ഇപ്പോൾ നമുക്ക് കുറച്ച് അസേർഷൻ റീസണിങ് നോക്കാം. അപ്പോൾ അസേർഷൻ എന്താണ്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 മേക്സ് ഗിവിംഗ് ഡൗറി ആൻഡ് ടേക്കിംഗ് ഡൗറി എ പണിഷബിൾ ഒഫൻസ്. അത് ശരിയല്ലേ? അപ്പോൾ അത് ശരിയാണ്. ബിക്കോസ് ഇട്ടിട്ട് റീസണും കൂടി വായിച്ചു നോക്കുക. ബിക്കോസ് ദി ആക്ട് എയിംസ് ടു എലിമിനേറ്റ് ദി എക്കണോമിക് ബർഡൻ പ്ലേസ്ഡ് ഓൺ ദി ബ്രൈഡ്സ് ഫാമിലീസ് ഡ്യൂറിംഗ് മാരേജ്. അതുകൊണ്ടാണ് എന്ത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നമുക്ക് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, റീസണിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ബിക്കോസ് ഇട്ട് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പറഞ്ഞേക്കുന്നതിൻ്റെ റീസൺ ആണിത് എന്ന് പറയാം. അപ്പോൾ രണ്ടും ശരിയാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Section 304B of IPC deals with dowry death occurring within 7 years of marriage. ഒന്നി സെക്ഷൻ IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ എന്താണ്? അപ്പോൾ 304B ഡൗറി ഡെത്ത് ആണ്, 7 years of marriage ശരിയാണ്, അസേർഷനും ശരിയാണ്. റീസൺ നോക്കുക. A dowry death is presumed if the woman died under normal circumstance and was unhappy with her job. അങ്ങനെ നമ്മൾ പഠിച്ചോ, ജോബ് റിലേറ്റഡ് അൺഹാപ്പി ആണ്, പക്ഷെ നോർമൽ സർക്കംസ്റ്റാൻസസിൽ എന്തെങ്കിലും സംഭവിക്കുന്നു, അങ്ങനെയല്ല ഡൗറി ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ റീസൺ ആയിട്ട് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ബിക്കോസ് ഇട്ട് വായിച്ച് നോക്കണ്ട. അപ്പം അസേർഷൻ ഇസ് ട്രൂ, ആർ ഇസ് ഫാൾസ്. അപ്പോൾ ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ കറക്റ്റ് ആൻസർ. കേരള മാൻഡേറ്റ്സ് ആന്റി ഡൗറി ഡിക്ലറേഷൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് നമ്മൾ പഠിച്ചാണ്. ഇറ്റ് മാൻഡേറ്റ്സ്. അപ്പോൾ അസേർഷൻ ശരിയാണ്. റീസൺ എന്താണ്? അവയർനെസ് ക്യാമ്പയിൻസ് ആൻഡ് ഡിക്ലറേഷൻസ് ഹെൽപ്പ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് റെഡ്യൂസ് ഡൗറി റിലേറ്റഡ് സോഷ്യൽ സ്റ്റിഗ്മ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി. ബിക്കോസ് ഇട്ട് ഒന്നും കൂടി വായിച്ചു നോക്കിയേ. ഈ അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ വേണം, അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു ആന്റി ഡൗറി ഡിക്ലറേഷൻസ് കൊണ്ടുവന്നത്. അപ്പോൾ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഓപ്ഷൻ എ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇത് എപ്പോഴും പറയുന്നതാണ്, നമ്മളിവിടെ എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ PSC അത് ബിയിലോ സിയിലോ ആയിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ തിരിച്ചു വരിക. അപ്പോൾ നിങ്ങൾ അത് നോക്കുക, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഓപ്ഷൻ മാറി തന്നിരിക്കുന്നു വിചാരിച്ചാൽ നമ്മളത് തെറ്റിക്കരുത്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. സെക്ഷൻ 8A ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഷിഫ്റ്റ് ദി ബർഡൻ ഓഫ് പ്രൂഫ് ടു ബി അക്യൂസ്ഡ്. അതായത് ശരിയാണ്. ബിക്കോസ് the legal provision ensures that victim must provide strong evidence to secure conviction. Okay. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്? സെക്ഷൻ എ അസേർഷൻ എ കറക്റ്റ് ആണ്, പക്ഷെ ഇവിടെ റീസൺ എന്താണ് തന്നേക്കുന്നത്? ദിസ് ലീഗൽ പ്രൊവിഷൻ എൻഷുവേഴ്സ് ദാറ്റ് ദി വിക്ടിം മസ്റ്റ് പ്രൊവൈഡ് സ്ട്രോങ് എവിഡൻസ് ടു എന്താണ്? വിക്ടിം ആണോ? അല്ല, അക്യൂസ്ഡ് അല്ലേ? ബർഡൻ ഓഫ് പ്രൂഫ് ആരുടെ ആണ്? അക്യൂസ്ഡ് ആണ്, വിക്ടിമിൻ്റെ അല്ല. അപ്പോൾ എന്താണ്? അക്യൂസ്ഡ് ആണെന്ത് ഇവിടെ വരാനുള്ളത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ. എന്താണ്? അസേർഷൻ ശരിയാണ്, പക്ഷേ ഓപ്ഷൻ അല്ല, അസേർഷൻ ശരിയാണ്, പക്ഷേ റീസൺ തെറ്റാണ്. അപ്പോൾ എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്. അപ്പോൾ എന്താണ്? സി ആണെന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. അത് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ആക്ട് അപ്ലൈസ് ഓൺലി ടു അർബൻ ഏരിയാസ് ഇൻ ഇന്ത്യ. അത് തെറ്റ്. ഇന്ത്യയിലെ ആക്ട് ആണ്, അത് എല്ലാ ഏരിയാസിലും വരും. അപ്പോൾ ഇവിടെ ഒരു ടേക്ക് എന്തായിരുന്നു? എന്താണ്? ജമ്മു കാശ്മീരിൽ എനാക്ട് ചെയ്ത സമയത്ത് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ആപ്ലിക്കബിൾ ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 270, അത് ജമ്മു കാശ്മീരൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്, അത് നമ്മൾ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീരും ആപ്ലിക്കബിൾ ആണ്. എനാക്ട് ചെയ്ത സമയത്ത് 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എനാക്ട് ചെയ്ത സമയത്ത് അത് ജമ്മു കാശ്മീരിന് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്കിവിടെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഈ സ്റ്റേറ്റ്മെന്റ് 1 ഉള്ള ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? അപ്പോൾ നമുക്ക് എ എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം, ഡി എലിമിനേറ്റ് ചെയ്യാം. നോക്ക്, നമുക്കിവിടെ ആൻസർ ഡയറക്റ്റ്ലി കിട്ടി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണും, പക്ഷെ നിങ്ങൾ നേരെ വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സും കൂടി നോക്കാം. ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറീസ് പണിഷബിൾ അണ്ടർ ദി ആക്ട് ശരിയാണ്. ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദി അക്യൂസ്ഡ്, അതും ശരിയാണ്. അതെന്താണ്? ഒഫൻസ് അണ്ടർ ദി ആക്ട് എന്ന് പറയുന്നത് കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്. നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സെക്ഷൻ 304 ഡൗറി. അത് IPC ആയാലും BNS ആയാലും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാം. ഡെത്ത് മസ്റ്റ് ഒക്കർ വിത്തിൻ 10 years of marriage. തെറ്റല്ലേ? 7 years അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ഉള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. എ ഡിലീറ്റ് ചെയ്യാം, സി ഡിലീറ്റ് ചെയ്യാം, ഡിയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്കിവിടെ ആൻസർ കിട്ടി. women must have faced cruelty or harassment before her death. അത് ശരിയാണ്. Cause of death can be unnatural അല്ലെങ്കിൽ suspicious circumstance ആയിരിക്കാം. Section has been renumbered as section 80 under ഭാരതീയ ന്യായ സംഹിത 2023. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Find out the correct statements about section 85 of ഭാരതീയ ന്യായ സംഹിത. സെക്ഷൻ 85 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 85 എന്ന് പറയുമ്പോൾ ക്രുവൽറ്റി, ഡീൽസ് വിത്ത് ക്രുവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് കറസ്പോണ്ട്സ് ടു ഓൾഡ് IPC സെക്ഷൻ 498A. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദ ഒഫൻസ് ഇസ് നോൺ കോഗ്നിസബിൾ ആൻഡ് കോമ്പൗണ്ടബിൾ. തെറ്റ്. ഒഫൻസ് ഇസ് കോഗ്നിസബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ. അപ്പോൾ ഇത് തെറ്റ്. അപ്പം 3 തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് 3 ഉള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടി. ദ മാക്സിമം പണിഷ്മെൻറ്റ് ഇസ് 3 years ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈൻ. അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ഡൗറി സിസ്റ്റം. ഡൗറി സിസ്റ്റം കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. പ്രൊമോട്ട്സ് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് വിമൻസ് എംപവർമെൻറ്റ്. അത് പ്രോബ്ലം ആണോ? അത് നല്ലൊരു കാര്യമല്ലേ? ഡൗറി സിസ്റ്റം കാരണം ജെൻഡർ ഇക്വാളിറ്റി വരുവാണോ ചെയ്യുന്നത്? ജെൻഡർ ഇൻഇക്വാളിറ്റി വരുമല്ലേ? ആൻഡ് വിമൻ സബോർഡിനേഷനല്ലേ നടക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ലീഡ്സ് ടു ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ഡൗറി എടുത്ത് ശരിയാണ്. കോസസ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ശരിയാണ്. ഫോഴ്സസ് ഫാമിലീസ് ഇൻ ടു എക്കണോമിക് ഹാർഡ്ഷിപ്സും എന്താണ്? ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്ത ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2, 3, 4 ഇതൊക്കെയാണെന്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Find out the true statements regarding Kerala's anti-dowry initiatives. Dowry prohibition officers were appointed under Kerala Rules 2004. അത് ശരിയല്ലേ? ശരിയാണ്, നമ്മൾ പഠിച്ചു. Anti-dowry declarations are mandatory in colleges. അതും നമ്മൾ പഠിച്ചു. Say No to Dowry campaign was started in 2010. Say No to Dowry campaign 2010-ൽ സ്റ്റാർട്ട് ചെയ്തത്. 2021, 2022 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അപ്പോൾ 3 ഇല്ലാത്ത ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാം. 3 ഉള്ള ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. 3 ഉള്ള ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 to 4 ആണ് ആൻസർ. കേരള വുമൻസ് കമ്മീഷൻ പ്രൊവൈഡ്സ് ലീഗൽ എയ്ഡ് ആൻഡ് കൗൺസിലിംഗ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കീ ഫീച്ചേഴ്സ് ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പെനാലിറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഡിമാൻഡിങ് ഡൗറി ഈസ് പണിഷബിൾ ബൈ 6 months ആൻഡ് 2 years ഓഫ് എന്താണ് ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ എന്താണ്? ഓക്കെ, ഡിമാൻഡിങ് ഡൗറി ഈസ് പണിഷബിൾ ബൈ 6 months to 2 years ഇംപ്രിസൺമെൻറ്റ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡൗറി റിലേറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ നോട്ട് പണിഷബിൾ. ഡൗറി റിലേറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് പണിഷബിൾ അല്ല. അത് തെറ്റല്ലേ? പണിഷബിൾ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 is wrong. എനി അഗ്രിമെൻറ്റ് ടു ഗിവ് ഡൗറി ഇസ് ലീഗലി വാലിഡ്. തെറ്റ്. എനി അഗ്രിമെൻറ്റ് ടു ഇസ് ലീഗലി വാലിഡ് അല്ല, ലീഗലി വോയിഡ്. അതിന് നിലനിൽപ്പില്ല. ഇറ്റ്സ് ലീഗലി വോയിഡ്. പോലീസ് ക്യാൻ ഡയറക്ട്ലി ടേക്ക് കോഗ്നിസൻസ് ഓഫ് ഡൗറി ഒഫൻസ്. യെസ്, കോഗ്നിസബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 ഉം 4 ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, നോട്ട്സ് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.